ഒരു പന്ത് ഒരു കാലിൽ നിന്ന് മറ്റൊരു കാലിലേക്ക് അത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു. കളിയുടെ താളവും അതിനറിയാം, കളിക്കാരുടെ മനസ്സും അതിനറിയാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 2026 ഫിഫ വേൾഡ് കപ്പിലെ ബോളിൽ യൂസ് ചെയ്യുന്ന ഹിഡൻ ടെക്നോളജിയെ കുറിച്ചാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു ബോളിന് സ്വന്തമായി ബ്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത് വെറും ഒരു ബോളല്ല, ഒരു സ്മാർട്ട് ടെക്നോളജി ഡിവൈസ് ആണ്. ഇതിന്റെ ആദ്യത്തെ ടെക്നോളജി കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. IMU സെൻസർ, ഇനീഷ്യൽ മെഷർമെന്റ് യൂണിറ്റ്. ഇത് ബോളിന്റെ മധ്യഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ബോളിന്റെ സ്പീഡ്, ഡയറക്ഷൻ ആൻഡ് മൂവ്മെന്റ് എന്നിവ എല്ലാം ട്രാക്ക് ചെയ്യും. നെക്സ്റ്റ് വൺ, CTR, ഗ്രിപ്പ് സർഫേസ് ടെക്നോളജി. ബോളിന്റെ ഔട്ടർ സർഫേസിൽ ഒരു സ്പെഷ്യൽ ടെക്സ്ചർ ഉണ്ട്. ഇതിന്റെ ബെനിഫിറ്റ്സ്: മഴയായാലും ബെറ്റർ ഗ്രിപ്പ്, ബെറ്റർ ബോൾ കൺട്രോൾ ആൻഡ് ഷൂട്ടിംഗ് ആക്യുറസി. ഇതിനെ ഒരു സൂപ്പർ സ്പീഡ് ഫുട്ബോൾ എന്നും കൂടി പറയാം. പ്രൊഫഷണൽ പ്ലെയേഴ്സ് കിക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ സ്പീഡ് 130 to 150 km/h വരെ സ്പീഡിൽ സഞ്ചരിക്കാം. അതായത് ഒരു കാറിനേക്കാൾ ഫാസ്റ്റ്. ഫിഫ്ത് വൺ, പെർഫെക്റ്റ് എഞ്ചിനീയറിംഗ്. ഫസ്റ്റായേ പറ്റൂ. ഒരു വേൾഡ് കപ്പ് ഫുട്ബോൾ ഉണ്ടാക്കുമ്പോൾ പ്രഷർ ടെസ്റ്റ്, ബാലൻസ് ടെസ്റ്റ്, ബൗൺസ് ടെസ്റ്റ്, വെയിറ്റ് ആൻഡ് ഷേപ്പ് ടെസ്റ്റ് എന്നത് നിരവധി ക്വാളിറ്റി ടെസ്റ്റുകൾ ഉണ്ടാകും. ഇതിൽ പാസ്സായ ബോളുകൾ മാത്രമേ വേൾഡ് കപ്പിൽ യൂസ് ചെയ്യൂ. ഇതിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അപ്ഡേഷൻസും ഉണ്ട്. ബോളിലെ സെൻസർ ഡാറ്റയും സ്റ്റേഡിയത്തിലെ ക്യാമറ ഡാറ്റയും കൂടി ചേർന്ന് ഓഫ്സൈഡ് ആയി കാൽക്കുലേറ്റ് ചെയ്ത് റഫറിക്ക് ഇൻസ്റ്റന്റ് സപ്പോർട്ട് നൽകുന്നു. ഫ്രണ്ട്സ്, ഇപ്പോൾ മനസ്സിലായില്ലേ, 2026 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ വെറും ഒരു ബോളല്ല, ഒരു നെക്സ്റ്റ് ജനറേഷൻ സ്മാർട്ട് ഡിവൈസ് ഫുട്ബോൾ കൂടിയുമാണ്. അമേസിംഗ് അല്ലേ? കമന്റ് ചെയ്യൂ.